റയാൻഷ് കാർ നിർത്തിയതും ലച്ചു കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. റോഷനി കാറിൽ ഇരുന്നുകൊണ്ട് വീട്ടിലേക്കൊന്ന് നോക്കി. അടഞ്ഞു കിടക്കുന്ന വാതിൽ കണ്ടപ്പോൾ അവൾ സീറ്റിൽ തന്നെ ഇരുന്നു. ഇറങ്ങാൻ തോന്നുന്നില്ല. അന്ന് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു ഫോൺ വെച്ചതാണ്. അതിനുശേഷം മിണ്ടിയിട്ടില്ല. വരേണ്ടിയിരുന്നില്ല. നീ ഇറങ്ങുന്നില്ലേ? സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് റയാൻഷ് ചോദിക്കുമ്പോൾ റോഷനൊന്നും മിണ്ടാതെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ലച്ചു അപ്പോഴും ബെല്ലടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹരി വാതിൽ തുറക്കുന്നില്ല. ഉറങ്ങിയിട്ടുണ്ടാവും. ഫോണിലടിച്ചു നോക്കാം. ഷൂ അടിച്ച സ്റ്റെപ്പ് കയറുമ്പോൾ റയാൻഷ് പറഞ്ഞു. പറയുന്നതിനൊപ്പം ഫോൺ എടുത്ത് ഓണാക്കി അവനെ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തു. ലച്ചി ഇപ്പൊ കരയുമെന്ന പോലെ നിൽക്കുന്നുണ്ട്. ഈ നേരത്ത് ഒരു കിടത്തൊന്നും പതിവില്ലാത്തതല്ലേ. വിഷമം വന്നിട്ടുള്ള കിടത്തം തന്നെ ആകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. പുറത്ത് കാണിച്ചില്ലെങ്കിലും ആ വാക്കുകൾ അവനെ വല്ലാതെ തളർത്തി കളഞ്ഞിട്ടുണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പാണ്. റോഷനെ ചുറ്റി നോക്കി. രാത്രിയായിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടുകളിലൊക്കെ ലൈറ്റുണ്ട്. ഇവിടെ മാത്രം ഇരുട്ടിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. അവൻ വന്ന കോലത്തിൽ അങ്ങനെ റൂമിൽ കയറി വാതിലടച്ച് കാണും. വന്ന് വാതിൽ തുറക്കട. റയാൻഷിന്റെ ശബ്ദം കേട്ടപ്പോൾ ചുമരിലെ സ്വിച്ചിൽ പുറത്തുള്ള ലൈറ്റ് ഓണാക്കുന്ന ലച്ചും ചുറ്റും നോക്കി നിൽക്കുന്ന റോഷനിയും അവനെ നോക്കി. ഒരു 2-3 സെക്കൻഡ് അതിന്റെ ഉള്ളിൽ വാതിൽ തുറന്നു. ഏട്ടാ. ഹരി വാതിൽ തുറന്നതും ലച്ചു കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു. ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെ നോക്കി. ആ വിവരമില്ലാത്ത സ്ത്രീ പറയുന്ന കേട്ട് നീ മോങ്ങിക്കൊണ്ട് കിടക്കുമായിരുന്നോ? ഹരിയുടെ നെഞ്ചിൽ കിടന്ന് കരയുന്ന ലച്ചുവിനെ നിന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ഹരി അവൻ കളിയാക്കി. പിന്നെ നിന്റെ വിവരമില്ലാത്ത അപ്പച്ചി വലതും പറഞ്ഞെന്ന് കരുതി കരയാൻ എനിക്ക് ഭ്രാന്തല്ലേ? ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരി അകത്തേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ റയാൻഷിനോട് പറഞ്ഞു. അത് ചുമ്മാ. നിന്റെ കണ്ണെന്നർ ഇപ്പോഴും നിന്റെ കവിളിലുണ്ട്. റയാൻഷ് കളിയാക്കി പറയുന്ന കേട്ട് ഹരി അവനെ തിരിഞ്ഞു നോക്കി. കൂട്ടത്തിൽ ഇപ്പോഴും അകത്തേക്ക് കയറാതെ വാതിൽക്കൽ തന്നെ നിൽക്കുന്ന റോഷനെ അവൻ കടുപ്പിച്ചു നോക്കി. ഇവൾക്കിനി അകത്തേക്ക് വരാൻ വിളക്കും താലവും ഒക്കെ വേണോ? റോഷനി ഒന്ന് നോക്കി കലപ്പിൽ ഹരി പറയുമ്പോൾ അവൾ അവനിൽ നിന്ന് മുഖം തിരിച്ചു. രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാവാം റയാൻഷ് ഒന്നും മിണ്ടാതെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നത്. നീ ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. കണ്ണു തുടച്ചേ. തലയ്ക്ക് വെളിവില്ലാത്ത സ്ത്രീ എന്ന് വിളിച്ചു പറഞ്ഞെന്ന് കരുതി. ഹരി സെറ്റിലേക്ക് ഇരുന്നതും കരഞ്ഞുകൊണ്ട് വീണ്ടും അവനെ നെഞ്ചിലേക്ക് ഓട്ടാൻ വന്ന ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അപ്പം അവളെ നെറ്റിയിൽ പതിയെന്ന് ചുണ്ടമർത്തുകയും ചെയ്തു. അത്രയുള്ളൂ. അവർക്ക് വിവരമില്ല. വിവരമില്ലാത്തവർ പലതും പറയും. അതിന് അവരുടെ രീതിയിൽ മറുപടി കൊടുത്താൽ അതവിടെ തീരും. അല്ലാതെ കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്. അവർക്ക് മുന്നിലുള്ള സെറ്റിൽ ഇരുന്നുകൊണ്ട് രണ്ടുപേരെയും നോക്കിക്കൊണ്ട് റയാൻഷ് പറഞ്ഞു. റോഷനി അപ്പോഴും അകത്തേക്ക് വരാതെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. എന്തോ ഒരു മടി. അന്നത്തെ ഒരു മാനസികാവസ്ഥയിൽ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആലോചിക്കുമ്പോ ആകെ ഒരു വല്ലായ്മ. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടു വന്നേ. അളിയൻ കരഞ്ഞിരിക്കാവും എന്ന് കരുതി ഒരു തുള്ളി വെള്ളം കുടിക്കാതെ ഓടി വന്നതാ. റയാൻഷ് ഹാരിയെ നോക്കി കുത്തി പറയുമ്പോൾ ഹാരി അവനെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് നോക്കി. ലച്ചു മുഖം അമർത്തി തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. കുഞ്ഞി. അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ലച്ചു പുറത്തേക്ക് നോക്കി ഉറക്ക വിളിച്ചു. ഹരിയുടെ നോട്ടം വാതിലിന്റെ ഭാഗത്തേക്ക് പോയി. അവനെ നോക്കി അകത്തേക്ക് വരുന്ന റോഷനി കടന്നും അവൻ അവളുടെ ചുണ്ടുകൊട്ടി മുഖം മാറ്റി. നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഹരി ചെയ്തുപോലെ തിരിച്ചും ചെയ്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു പോകുന്ന റോഷനി നോക്കി റയാൻഷ് ചോദിച്ചു. നിന്റെ അല്ല പെങ്ങൾ. പ്രശ്നമുണ്ടാവാൻ വല്ല കാരണവും വേണോ? ചുമ്മാ വായിൽ തോന്നിയത് പറഞ്ഞിട്ട് ഫോൺ വെച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ളവർ സമാധാനം കളയും. ഹരി പറയുമ്പോൾ റയാൻഷ് ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ എന്തെങ്കിലും മോളിപ്പിക്കുന്നുണ്ടോ? ആ കണ്ണുകളിൽ എന്തെങ്കിലും അവൻ പറയുന്നുണ്ടോ? റയാൻഷ് നോക്കിയത് അതാണ്. നിനക്കെന്ത് സമാധാനം പോകുന്നത്? അവളുടെ വായിട്ട് ആളുകൾ കേൾക്കാതിരുന്നാൽ സമാധാനം കിട്ടുകയല്ലേ ഉള്ളൂ. ഹരി പറഞ്ഞ വാക്കുകൾ ഒന്നോടെ ഓർത്തെടുത്തുകൊണ്ട് റയാൻഷ് ചോദിച്ചു. ഹരി അതിന് ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. പിന്നെ ചുമ്മാ ഒന്നും മൂടി. അവളോട് സംസാരിക്കുമ്പോൾ എല്ലാം മാർക്കും. ടെൻഷനും വേദനയും ഒറ്റപ്പെടലും അങ്ങനെയൊക്കെ. ഇന്ന് ഇവിടെ വന്ന് കയറിയപ്പോൾ അവളുടെ ഒരു കോൾ പ്രതീക്ഷിച്ചില്ലേ? വിളിക്കാതെയായപ്പോ ഉള്ളിലുള്ള സങ്കടം ഒന്നുകൂടെ കൂടിയില്ലേ? ഏട്ടന് കോഫി വേണോ? റയാൻഷിന് കൊടുത്ത ശേഷം കയ്യിലുള്ള മറ്റൊരു കോഫി കപ്പ് ഹരിയുടെ നേരെ നീട്ടിക്കൊണ്ട് ലച്ചു ചോദിച്ചു. ഹരി വേണ്ടെന്ന രീതിയിൽ തലയാട്ടി. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് എല്ലാവർക്കും കൂടെ ഒന്ന് പുറത്തു പോയിട്ട് വരാം. സെറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഹരി പറയുമ്പോൾ ലച്ചു കോഫി കപ്പുമായി സെറ്റിലേക്ക് ഇരുന്നു. ഹരി അടുക്കളയിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. ഹരി കുളി കഴിഞ്ഞിറങ്ങി. ഒരു ടവൽ അവൻ ഉടുത്തിട്ടുണ്ട്. ഒരു ടവൽ കൊണ്ട് അവൻ അവന്റെ തലമുടി തുടയ്ക്കുന്നുണ്ട്. ബാത്റൂമിന്റെ ഡോർ അടിച്ച് തിരിഞ്ഞവൻ റോഷനിയെ കണ്ടതും ഒന്ന് നിന്നു. നെഞ്ചത്ത് കൈകടി ടേബിളിലേക്ക് ചാരി അവനെ നോക്കി നിൽക്കുകയാണ് റോഷനി. അവളെ കണ്ടിട്ടും കാണാത്ത തരത്തിൽ ഹരി ഷെൽഫ് തുറന്ന് അവൻ ഉടുക്കാനുള്ള ഡ്രസ്സ് എടുത്തു. തൊണ്ടയിന്ന് ശരിയാക്കുന്ന പോലെ റോഷനി ശബ്ദമുണ്ടാക്കി. ഹരി ഇത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ കയ്യിലുള്ള ടവൽ ടേബിളിന്റെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് ഡ്രസ്സ് കയ്യിലെടുത്തു. ഹരി ഷോർട്സ് കയ്യിലെടുത്തതും റോഷനിയുടെ കണ്ണ് തള്ളി. അവൻ അവളുടെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലായതും അവളുടെ കണ്ണ് മിഴിഞ്ഞു.
അവിടുന്ന് തിരിഞ്ഞാണ് അവൻ നിൽക്കുന്നത്. ഞാനിവിടെയുണ്ട്. പിന്നിൽ നിന്ന് റോഷ്നി പറഞ്ഞതും ഹരി അവളിന്ന് മുഖം ചെരിച്ചു നോക്കി. ഓ, നിന്റെ വായി നാക്കം ഉണ്ടായിരുന്നോ? ഹരി അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു. അപ്പം ഷോർട്ട്സ് ഇട്ടു. റോഷ്നി അവനിൽ നിന്ന് മുഖം തിരിച്ചു. ഒന്നും മിണ്ടിയില്ല. 1-2 മിനിറ്റ് കഴിഞ്ഞ് അവനെ നോക്കുമ്പോൾ അവൻ പാഞ്ഞിട്ട ശേഷം ഷർട്ട് ഇടുകയാണ്. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് റോഷ്നിയുടെ നേരെ തിരിഞ്ഞു നിന്നിട്ടുണ്ട്. ഞാൻ ഡ്രസ്സ് മാറ്റുന്നത് കാണാൻ കയറി വന്നതാണോ? അവന്റെ ചോദ്യത്തിന് റോഷ്നി ഒന്നും മിണ്ടിയില്ല. അവനെ തുറച്ചു നോക്കുക മാത്രം ചെയ്തു. ഒരാൾ ഡ്രസ്സ് മാറുന്നത് കണ്ടാലെങ്കിലും ഒന്ന് പുറത്തു പോവാ. അതല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത, വിളിക്കാത്ത, മെസ്സേജ് അയക്കാത്ത ഞാൻ ഡ്രസ്സ് മാറ്റുന്നിടത്തൊക്കെ എന്റെ പെങ്ങളെ ഭർത്താവിന്റെ അനിയത്തിക്ക് നിൽക്കാൻ പാടുണ്ടോ? അതൊക്കെ മോശല്ലേ? അവന്റെ വാക്കുകളിൽ ആകെ മൊത്തം ഒരു കളിയാക്കലുണ്ടായിരുന്നു. അവൾ പറഞ്ഞതും മറന്നിട്ടില്ലെന്ന പോലെ അവളെ ഒരു ഓർമ്മപ്പെടുത്തലും. റോഷ്നി എന്നാൽ ഒരു ഭാവവും മാറ്റവും ഇല്ലാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഹരി പിന്നീടൊന്നും മിണ്ടാതെ അവളിൽ നോക്കുക മാത്രം ചെയ്തുകൊണ്ട് മിററിന് മുന്നിൽ വന്ന് മുടി ഒതുക്കാൻ തുടങ്ങി. വായി നോക്കി കഴിഞ്ഞെങ്കിൽ പോയാലോ? അവനെ തന്നെ നോക്കി നിൽക്കുന്ന റോഷ്നി നോക്കി പറഞ്ഞുകൊണ്ട് ടേബിളിരുന്ന അവന്റെ ഫോൺ എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. അയ്യടാ, വായി നോക്കാൻ പറ്റിയൊരു മുതല് പറഞ്ഞിന്റെ റോഷ്നി ഒന്ന് പുച്ഛിച്ചു. ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് അവൻ നേരെ അവളുടെ മുന്നിൽ വന്നു നിന്നു. ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് അവളെ കീഴ്ചുണ്ടിൽ ഒരു കൊട്ടു കൊടുത്തതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ഒപ്പം വേദനിച്ചതുപോലെ ഒരു ശബ്ദവും ഉണ്ടാക്കി. ഉണ്ടെങ്കിൽ വാ, ഞാൻ പോവാ. നിന്റെ നോക്കി നിൽക്കൽ മത്സരത്തിന് ഞാൻ വേറൊരു ദിവസം നിന്ന് തരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. റോഷ്നി പെട്ടെന്ന് അവന്റെ വലത്തെ കൈ തണ്ടയിൽ പിടിച്ചു. ഹരി മുന്നോട്ട് പോവാതെ അവിടെ നിൽക്കുന്നതിനൊപ്പം മുഖം ചേരിച്ചുകൊണ്ട് റോഷ്നി നോക്കുകൂടെ ചെയ്തു. സോറി. അവളെ നോക്കിയ ഹരിയുടെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞ കണ്ണുകളോടെ റോഷ്നി പറഞ്ഞതും ഹരിയുടെ കണ്ണുകൾ ചുരുങ്ങി. അവൻ പൂർണ്ണമായും അവൾക്ക് നേരെ തിരിഞ്ഞു. എന്തിനു? അവളിൽ നിന്ന് 2 അടി മുന്നോട്ട് നടന്നവൻ അവൾക്ക് മുന്നിലായി നിന്നുകൊണ്ട് അവളെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്തിന്? എന്നാ അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ മുഖം താഴ്ത്തി. പറകുഞ്ഞി, എന്തിന്? ഒന്നുകൂടെ അവളെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളെ ശരീരത്തിൽ തട്ടാതെ തരത്തിൽ നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. റോഷ്നി മറുപടിയൊന്നും പറയാതെ അവനെ കണ്ണുകൾ ഉയർത്തി നോക്കുക മാത്രം ചെയ്തു. ശേഷം ഒന്നും മിണ്ടാതെ അവനൊന്ന് കടന്ന് പുറത്തേക്ക് പോവാൻ തുടങ്ങി. പറഞ്ഞിട്ട് പോയാൽ മതി. മുന്നോട്ട് നടന്നവളുടെ കൈ പിടിച്ചു വലിച്ച ശേഷം അവളെ ടേബിൾ തന്നെ ചാരി നിർത്തിക്കൊണ്ട് ഹരി പറഞ്ഞു. പറ, എന്താ നിന്റെ പ്രശ്നം? എന്തിനാ ഇപ്പൊ സോറി പറഞ്ഞത്? എന്തിനാ ഇപ്പൊ കരഞ്ഞത്? എല്ലാം പറഞ്ഞിട്ട് പോയാൽ മതി. അവളെ അപ്പുറവും ഇപ്പുറവും കൈ വിടർത്തി അവളെ പിന്നിലായുള്ള ടേബിളിൽ കൈ അമർത്തി അവളെ അവന്റെ കൈക്കുള്ളിൽ എന്നതുപോലെ ആക്കി വെച്ചുകൊണ്ടാണ് അവന്റെ ചോദ്യം. റോഷ്നി മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്തിന് നേരെ അവന്റെ മുഖം. അവന്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്ന തരത്തിൽ. പറയുന്നുണ്ടോ? ഹരി ഒന്നുകൂടെ ചോദിച്ചു. റോഷ്നി തല ഒരൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചുകൊണ്ട് ഇല്ലെന്ന് കാണിച്ചു. ഹരി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. അവന് നിശ്വാസം റോഷ്നിയുടെ ചുണ്ടിൽ തട്ടി. ഹരി കൈ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് നേരെ നിന്നു. എന്നോട് പിണക്കാണോ? ഇനി മിണ്ടില്ലേ? ഹരി അവളിൽ നിന്ന് മകന്നു നിന്നപ്പോൾ അടക്കി പിടിച്ച ശ്വാസമൊക്കെ പുറത്തേക്ക് വിട്ടുകൊണ്ട് റോഷ്നി ചോദിച്ചു. ഹരി അവിടെ ദേഷ്യത്ത് നോക്കിയപ്പോൾ റോഷ്നി മുഖം താഴ്ത്തി. ഞാനാണോ മിണ്ടാത്തത്? എന്നോട് മിണ്ടണ്ട, എനിക്ക് വിളിക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനാണോ? ഞാനാരാ? നിന്റെ ഏട്ടന്റെ ഭാര്യയുടെ സഹോദരൻ. ഞാൻ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നിനക്കൊന്നും ഇല്ലല്ലോ. ഹരി പറയുമ്പോൾ റോഷ്നി ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ആ കൺമഷി എഴുതാത്ത കണ്ണുകൾ നിറഞ്ഞു വരുന്നത് ഹരി നോക്കി നിന്നു. കണ്ണ് എഴുതിയില്ലെങ്കിലും ആ കണ്ണുകൾക്ക് പ്രത്യേക ഭംഗിയാണ്. ചുവന്ന നിറമൊന്നും ഇല്ലെങ്കിൽ പോലും ആ കവളുകൾക്കൊരു തിളക്കമുണ്ട്. ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ തന്നെ ആ ചുണ്ടുകൾക്കൊരു പിങ്ക് നിറമുണ്ട്. ഒതുക്കമില്ലാത്ത ഷാമ്പൂട്ട മുടിയാണെങ്കിൽ അതുകൂടിയും ആ മുടിക്കൊരു ഭംഗിയുണ്ട്. സോറി. ഒരു തേങ്ങിനോടെ റോഷ്നി പറഞ്ഞതും ഹരി അവളെ തോളിയുടെ കൈട്ട് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ഹേയ്, ഞാൻ ചുമ്മാ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. അതല്ലാതെ നീ പറഞ്ഞതുപോലെ കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനമൊക്കെ ഞാൻ പറയുമെന്ന് തോന്നുന്നുണ്ടോ? അവളെ ഷോൾഡറിൽ നിന്ന് തട്ടിക്കൊണ്ട് ഹരി പറയുമ്പോൾ ആ കരച്ചിലിനിടയിലും റോഷ്നി ഹരിനെ തുറച്ചു നോക്കി. ഹരി ചിരിച്ചു. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. ഉണ്ടായിരുന്ന പ്രശ്നമൊക്കെ തീർന്നു. എന്തെങ്കിലും ഈ പ്രശ്നത്തിന്റെ കാരണം പറയാൻ തോന്നുകയാണെങ്കിൽ പറയണം. എന്തിനാണ് നീ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ്. പറയണം, പറയുവോ? ഹരി അവളെ നേരെ മുഖം ചേരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ റോഷ്നി തല കുലുക്കി. പറയണം, തോന്നുവാണെങ്കിൽ മാത്രം പറയാം. റോഷ്നി പറയുമ്പോൾ ഹരി അമർത്തി ഒന്ന് മോളി. ആ മോളിൽ തന്നെയുണ്ട്. അവൾക്ക് അടുത്തൊന്നും പറയാൻ തോന്നുന്നില്ലെന്നുള്ളത്. ഹരി അവളെ ചേർത്ത് പിടിച്ച് കൈ അയച്ചുകൊണ്ട് അവളിൽ നിന്നും അകന്നു. ഹരി മുന്നിൽ നടന്നപ്പോൾ റോഷ്നി അവന് പിന്നാലെ നടന്നു. ഞാനൊന്ന് പോയി നോക്കിയാലോ? ഇവരെന്താ കാണുന്നത്? സമയം വൈകുമല്ലേ? പറയുന്നതിനൊപ്പം ലച്ചു ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കുകയും ചെയ്തു. എന്നാൽ മുകളിലേക്ക് പോകാൻ സമ്മതിക്കാതെ റയാൻ അവളുടെ കയ്യിൽ പിടിച്ചു. നീ ഇവിടെ ഇരുന്നേ. എത്ര സമയം വൈകാനും സാരില്ല. അവരായി ഇറങ്ങി വേട്ടെ. പുറത്തു പോകുന്ന കാര്യം അവർക്കറിയുന്നതല്ലേ.
ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റയാൻഷ് പറയുമ്പോൾ ലച്ചു അവനെ നോക്കി തല കുലുക്കി. അവർ തമ്മിലെന്തോ ഒരു വഴക്കുള്ളതുപോലെ കിച്ചുവേട്ടന് തോന്നിയോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലച്ചു റയാൻഷിനെ നോക്കി ചോദിച്ചു, നിനക്കും തോന്നിയോ? കയ്യിലുള്ള ഫോണിൽ നിന്ന് കണ്ണുകൾ മാറ്റി ലച്ചുവിനെ നോക്കി അവൻ ചോദിക്കുമ്പോൾ ലച്ചു തല കുലുക്കി കാണിച്ചു. ഇന്ന് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോ കുഞ്ഞിക്കിന്ന് വാങ്ങിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല, ഒന്നും വാങ്ങിയതുമില്ല. ലച്ചു പറയുമ്പോൾ റയാൻഷ് ഒന്ന് മൂളുക മാത്രം ചെയ്തു. കുഞ്ഞിയല്ലേ ആള്, എന്തെങ്കിലും പറഞ്ഞ് പിണങ്ങി കാണും. നീ ചോദിക്കാനും പോവണ്ട. അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തന്നെ പറഞ്ഞു തീർപ്പാക്കട്ടെ, അതല്ലേ അതിന് ശരി. റയാൻഷ് പറയുമ്പോൾ ലച്ചു തലയാട്ടി. അതും പറഞ്ഞിട്ട് രണ്ടുപേരും നേരെ നോക്കിയത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഹരിയിലേക്കും അവന്റെ പിന്നാലെ എന്തോ പറഞ്ഞിട്ട് ചിരിച്ചു വരുന്ന റോഷ്നിയിലേക്ക് നീണ്ടു. അത് കണ്ടു ലച്ചുവും റയാൻഷും പരസ്പരം ഒന്ന് നോക്കി. പറഞ്ഞ് നാവ് വായിലിട്ടപ്പോഴേക്കും അവർ തമ്മിലുള്ള പ്രശ്നം അവർ തീർത്തു. പോയാലോ? ഹരി ചോദിക്കുമ്പോൾ റയാൻഷ് ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ്. റയാൻഷ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഹരി കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. ലച്ചുവും റോഷ്നിയും പിന്നിലായിരുന്നു. ആദ്യം പോയത് ഒരു മൂവിക്കാണ്. ആദ്യം റോഷ്നിയും പിന്നെ ഹരിയും പിന്നെ ലച്ചുവും പിന്നെ റയാൻഷും അങ്ങനെയായിട്ടാണ് ഇരുന്നത്. കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഒന്നും കഴിക്കാൻ വാങ്ങിക്കാതെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന റോഷ്നി നോക്കി ഹരി ചോദിച്ചു. റോഷ്നി ഹരി ഒരു നിമിഷം നോക്കിയ ശേഷം വേണ്ടെന്ന് തലയാട്ടി കാണിച്ചു. ഹരിയും ഒരു നിമിഷം അവളെ നോക്കിയിരുന്ന ശേഷം അവളൊന്ന് നോട്ടം മാറ്റി. ഇന്റർവെല്ലായപ്പോൾ ആരോടും ഒന്നും ചോദിക്കാതെ ഹരി എഴുന്നേറ്റ് പോയി പോപ്കോണും ലേസും കുടിക്കാനുള്ള ജ്യൂസും ഒക്കെ ആയിട്ട് വന്നു. കയ്യിലുള്ള ജ്യൂസ് ലച്ചുവിന്റെ കയ്യിൽ കൊടുത്ത് ബാക്കിയൊക്കെ റോഷ്നിയുടെ നേരെ നീട്ടി. ഹരിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളെ റോഷ്നി അത് വാങ്ങി. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, അറിയാൻ വേണ്ട. പക്ഷേ ആദ്യം നീ എന്നോട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് മതി, മനസ്സിലായോ? ഹരി റോഷന്റെ ചെവിയിൽ രഹസ്യം പോലെ പറഞ്ഞു. റോഷ്നി അവനെ മുഖം ചേരിച്ച് നോക്കിയ നേരെ അവളുടെ ചുണ്ടുകൾ അവന്റെ താടിയിലൂടെ ഒരതി കടന്നുപോയി. അവന്റെ താടി അവളുടെ ചുണ്ടിൽ തട്ടിപ്പോൾ കുത്തിക്കേറിയതുപോലെ റോഷനിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. മൂവി കഴിഞ്ഞ് നേരെ പോയത് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിലേക്കാണ്. 4 സീറ്റിലുള്ള ഒരു മേശയ്ക്ക് ചുറ്റും അവരിരുന്നു. ഒരു ഭാഗത്ത് റയാൻഷും ലച്ചും മറ്റേ ഭാഗത്ത് ഹരിയും റോഷ്നിയും ഇരുന്നു. എന്താ കഴിക്കാൻ വേണ്ടത്? ഹരിയാണ് ചോദിച്ചത്. ലച്ചും റയാൻഷും അവർക്ക് വേണ്ടത് പറഞ്ഞു. റോഷ്നി മെനു എടുത്ത് അതിലേക്ക് നോക്കിയിരിക്കുകയാണ്. എനിക്കൊരു ഫ്രൈഡ് റൈസ്. 1-2 നിമിഷങ്ങൾക്ക് ശേഷം റോഷ്നി പറഞ്ഞതും ഹരി അവളെ ഒരു നോട്ടം നോക്കി. ഈ കണ്ട നേരം അതിൽ നോക്കിയിട്ട് നിനക്കിതാണോ കിട്ടിയത്? ഹരി ചോദിക്കുമ്പോൾ റോഷ്നി അവനിൽ നിന്ന് മുഖം തിരിച്ചു. അത് ഹരിക്കൊട്ടും പറ്റിയില്ല. എന്തെങ്കിലും അവൾ തിരിച്ചു പറഞ്ഞിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. അതുണ്ടായില്ല. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ ശേഷം കാറിൽ കയറി. റയാൻഷ് നേരെ വണ്ടി നിർത്തിയത് ഒരു പാലത്തിന്റെ അവിടെയാണ്. താഴെ പുഴയാണ്, അതിന് മുകളിലാണ് പാലം. ആ പാലത്തിൽ അവിടെയും ഇവിടെയുമായി ചിലർക്ക് നിന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനില്ല, എനിക്ക് വീട്ടിൽ പോണം. ഹരിയും ലച്ചും റയാൻഷും ഇറങ്ങിയിട്ടും ഇറങ്ങാതിരുന്ന റോഷ്നി ഡോർ തുറന്നിട്ട് 3 പേരോടും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. അതെന്താ, സമയമാവുന്നല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. നാളെ വർക്കിംഗ് ഡേ ഒന്നും അല്ലല്ലോ. ഇച്ചിരി വൈകിപ്പോയാലും കുഴപ്പമില്ല, വാ ഇറങ്ങുന്നേ. ലച്ചു റോഷ്നിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഇറങ്ങാൻ താല്പര്യമില്ലാത്തവർ ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ, വിട്. ലച്ചു പിടിച്ച റോഷ്നിയുടെ കൈ വിടുവിച്ചുകൊണ്ട് അവൻ ഇത്തിരി ശക്തിയിൽ ഡോർ അടച്ചു. പക്ഷെ ഡോർ അവൻ അടയ്ക്കാതെ ഇരിക്കാവിന്റെ റോഷ്നി കൈ വെച്ചത് അവൻ കണ്ടില്ല. അവളെ തള്ളവിരൽ ഒഴിച്ച് ബാക്കി 4 വിരലും ഒരുപോലെ ഡോറിനടിയിൽപ്പെട്ടു. അയ്യോ, എന്റെ വിരല് കുടുങ്ങിയേട്ടാ. അതും പറഞ്ഞിട്ട് ഡോർ തുറന്നത് ലച്ചുവാണ്. ഹരി പ്രയാൻഷും ഒരുപോലെ അകത്തേക്ക് നോക്കി. റോഷ്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടങ്ങിയിരുന്നു. ലച്ചു അവളുടെ കൈ പിടിച്ചു. ചെറുവിരലിന്റെ നഖത്തിന്റെ ഭാഗത്തും മറ്റുമുള്ള 3 വിരലിന്റെ നഖത്തിന്റെ അടിയിലുള്ള ഭാഗവും ഒരുപോലെ ചതഞ്ഞു കിടക്കണം. ചുവന്ന നിറമായിട്ടുണ്ട്. നല്ലോണം ചതഞ്ഞിട്ടുണ്ടല്ലോ. പതിയെ എവിടെ നിന്ന് തഴുകിക്കൊണ്ട് ലച്ചു പറയുമ്പോൾ വേദന കൊണ്ട് റോഷ്നി കണ്ണുകൾ മുറുക്കി അടച്ചു പിടിച്ചു. ലച്ചുവിനെ മാറ്റി ഹരി അങ്ങോട്ട് നിന്നു. റോഷ്നി സീറ്റിലെ 3 പേരും പുറത്തുമായിട്ടാണ് നിൽക്കുന്നത്. ഹരി റോഷ്നിയുടെ കൈ അവന്റെ കൈക്കുള്ളിൽ വെച്ച് ആ വിരലുകളിലേക്ക് നോക്കി. ചുവന്ന തൊടുത്ത് കിടക്കുന്നുണ്ട്. മനഃപൂർവ്വം എനിക്കറിയാം, അറിഞ്ഞോണ്ട് അടച്ചതാ. എന്റെ കൈ കണ്ടിട്ട് തന്നെ അടച്ചതാ. റോഷ്നി അവന്റെ കൈക്കുള്ളിൽ നിന്ന് അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. ഹരി അതിന് സമ്മതിക്കാതെ അവളുടെ കൈ പിടിച്ചു വെച്ചു. ചുവന്ന കയറിയ കണ്ണുകളുടെ റോഷ്നിയെ മുഖം ഉയർത്തി നോക്കി. നല്ല വേദനയുണ്ടെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷേ അതിനിടയിലും അവന് ദേഷ്യത്തിലാണ് നോക്കുന്നത്. അവൻ മുഖം താഴ്ത്തി പതിയെ ആ പാടിലൂടെ തഴുകി. ഞാനൊരു കുപ്പി തണുത്ത വെള്ളം വാങ്ങിട്ട് വരാം. റോഷ്നിയുടെ കയ്യിലെ മുറിവിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് റയാൻഷ് പറഞ്ഞു. റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വീതിമ്പിക്കൊണ്ട് ഹരി നോക്കിയിരിക്കുകയാണ്. ഐസ്ക്രീം കിട്ടുവാണെങ്കിൽ വാങ്ങിക്ക് കിച്ചുവേട്ടാ, കല്ലപ്പുണ്ടാവില്ല. ലച്ചു പറയുമ്പോൾ റയാൻഷ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. കുറച്ചപ്പുറം ഒരു കടയിലേക്കാണ് പോകുന്നത്.
പാലത്തിന് മുകളിൽ കടയുണ്ടാവില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് കട, കുറച്ച് നടക്കണം. റോഷ്നി അവർ പോകുന്നത് നോക്കി കൂടുതൽ സങ്കടം വരുന്ന പോലെ. കണ്ണൊന്ന് തുടയ്ക്കുമ്പോഴേക്കും വീണ്ടും നിറഞ്ഞൊഴുകുവാണ്. ഹരി അപ്പോഴും അവളുടെ വിരലുകൾ തഴുകുന്നുണ്ട്. അവളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ അവന്റെ കൈക്ക് പുറത്ത് ഉറ്റി വീഴുന്നുമുണ്ട്. ഏട്ടൻ പോയി. ഏട്ടൻ എന്നെ നോക്കിയത് പോലുമില്ല. എനിക്കറിയാം, എന്നെ ഇപ്പം ഇഷ്ടമല്ല. ഭാര്യയും അളിയനെയും മതി. എന്നെ ഇഷ്ടമല്ല. ഹരി അവളുടെ കയ്യിൽ നിന്നുള്ള പിടി വിടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി കരയുന്നുണ്ട്, പറയുന്നതിന്റെ ഒപ്പം ഇടത്തെ കൈ കൊണ്ട് കണ്ണ് തുടയ്ക്കുന്നുമുണ്ട്. ഇനി നീ വലതും മിണ്ടിയാൽ നിന്നെ എടുത്ത് താഴെയുള്ള പുഴയിലേക്ക് എറിയും ഞാൻ. ഹരി റോഷ്നി നോക്കി പറയുമ്പോൾ റോഷ്നി മൂക്ക് വലിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഹരി പതിയെ അവളുടെ വിരലിന്റെ ഭാഗത്ത് തഴുകിക്കൊണ്ടിരുന്നു. റോഷ്നി കൈ വലിക്കാൻ നോക്കുന്നുമുണ്ട്. എന്നെ തൊടണ്ട, വിട് പറയുന്നതിനൊപ്പം അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ കൈ തട്ടി മാറ്റുക കൂടെ ചെയ്ത്. ഹരി അവളുടെ കൈത്തണ്ടിൽ പിടിച്ച കൈ മാറ്റിക്കൊണ്ട് അവളുടെ കവിളിൽ കുത്തി, പിന്നെ മൂക്കിൽ കുത്തി, നെറ്റിയിൽ, തലയിൽ, അങ്ങനെ അവനെ കുത്തുമ്പോൾ അവൾ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഹരി അതൊന്നും കാര്യമാക്കാതെ അവളെ തൊട്ടുകൊണ്ടിരുന്നു. എനിക്കിഷ്ടമല്ല, പോ കരഞ്ഞുകൊണ്ട് പറയുന്നതിനൊപ്പം മുറിവായ കൈകളും ഉയർത്തി അവന് നെഞ്ചിൽ പിടിച്ച് തള്ളി. ഹരി ഒന്ന് പിന്നിലേക്ക് പോയി. പിന്നെ അതേ വേഗത്തിൽ തിരിച്ചു വന്ന് അവളെ രണ്ട് കൈയിലും മുറുക്ക പിടിച്ചുകൊണ്ട് അവനിലേക്ക് അടുപ്പിച്ചു. ദേഷ്യം കൊണ്ട് അവന്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയതുപോലെ, കണ്ണൊക്കെ ചുവന്ന പോലെ. എന്തടി, എന്താ നിന്റെ പ്രശ്നം? ഒന്ന് പറഞ്ഞു തുലയ്ക്ക്. ഇത്തിരി ശബ്ദം കൂട്ടിയിട്ടാണ് അവൻ ചോദിച്ചത്. കുറച്ച് മാറി നിന്നിരുന്ന ഒന്ന് രണ്ട് ആളുകൾ അവരെ നോക്കി. ഹരിയെ മാത്രമേ കാണൂ. കാറിലിരിക്കുന്ന റോഷ്നിയെ കാണില്ല. എന്നാലും അകത്തിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാവും. എന്നെ തൊടണ്ട. ഹരിയുടെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തിൽ പറയുന്നതിനൊപ്പം അവൻ പിടിച്ച് കൈ വിടുവിക്കാനും നോക്കുന്നുണ്ട്. ഹരി ഒന്ന് ദീർഘമായി ശ്വാസം വലിച്ചു വിട്ട ശേഷം അവളുടെ കൈ പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചു. കുഞ്ഞേ, അവൻ പതിയെ ആർദ്രമായ ശബ്ദത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കവളിലേക്ക് ചാടി ചുണ്ടുകൾ വിതുമ്പി. എന്താ നിന്റെ പ്രശ്നം? അറിഞ്ഞോട് ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം? കാരണമെങ്കിലും ഒന്ന് പറഞ്ഞോടെ. ഹരി അത്രയും മയപ്പെട്ട് ചോദിക്കാൻ പറ്റുമോ അത്രയും മയപ്പെട്ടുകൊണ്ട് ചോദിച്ചു. റോഷ്നി രണ്ട് കൈയും ഉയർത്തി അവളുടെ മുഖം അമർത്തി തുളച്ചു. എന്ത് വന്നാലും വേണ്ടില്ല, മനസ്സിൽ ഉറപ്പിച്ചത് പറയുമെന്ന പോലെ. നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? റോഷ്നി ചോദിച്ചതും അവളുടെ കൈത്തൊടിയിൽ പിടിച്ച കൈ അയച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആരെ കല്യാണം കഴിക്കാൻ പറ്റുമോന്ന് ഹരി കേട്ട ഞെട്ടൽ മാറാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്നെ നിനക്ക്? റോഷ്നി പറയുമ്പോൾ ആദ്യം അവളെ നെഞ്ചിലും പിന്നെ അവനെ നെഞ്ചിലും കുത്തിക്കൊണ്ട് പറഞ്ഞു. ഹരിയുടെ ഞെട്ടൽ അതോടെ പൂർണ്ണമായി. അവരെന്തോ പറയാൻ നിൽക്കുമ്പോഴാണ് റയാൻഷും ലച്ചും അവർക്കടുത്തേക്ക് വന്നത്. അതോടെ ഹരി കുറച്ച് പിന്നിലേക്ക് നിന്നും. ലച്ചും റയാൻഷും അവളെ അടുത്തേക്ക് വന്ന് നിന്നും. ഹരി പിന്നിലേക്ക് മാറി തിരിഞ്ഞു നിന്നും. അവരിൽ നിന്ന് കുറച്ചു വിട്ട് ദൂരേക്ക് നോക്കി അവൻ നിന്നും. ദൂരെ കാണുന്ന പാലത്തിലൂടെ ട്രെയിൻ പോകുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് അതിലെ ഓരോ ബോഗിയിലെയും വെളിച്ചം കാണുന്നുണ്ട്. അവനത് കണ്ണിൽ നിന്നും മറയുവോളം അതിലേക്ക് നോക്കിയിരുന്നു. മനസ്സിൽ മുഴുവനും റോഷ്നി ചോദിച്ച ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ട്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത റയാൻഷിന്റെ സാന്നിധ്യം അറിഞ്ഞു. ഹരിമുഖം ചേരിച്ചുണ്ട് അവനെ നോക്കുന്ന സമയം റയാൻഷും അവനെ നോക്കി. രണ്ടുപേരുടെയും ഉള്ളിൽ അന്നേരം ഒരു വിഷയമായിരുന്നു.